ശിവരാത്രിക്കായിട്ട് മറ്റൊരു പാട്ട് ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ ഈ മനസ്സിൽ മുഴുവൻ ചിന്തകളിൽ മുഴുവൻ പാട്ടാണ്. അത് നാളെ ലോകമെങ്ങും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരു പാട്ട് കേൾക്കാം. മനസ്സ് മുഴുവൻ ഭഗവാനാണ്. അത് കാരണം തന്നെ ഭഗവാന്റെ വരികൾ എഴുതാൻ പറയുമ്പോൾ നമുക്ക് ഒരു ടെൻഷനാണ്. എങ്കിലും എന്തോ ഭാഗ്യത്തിന് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ആ വരികൾ എഴുതി കൊടുക്കാൻ എനിക്ക് പറ്റി. അപ്പൊ ശിവരാത്രിക്ക് വേണ്ടിയിട്ട് ജി മ്യൂസിക്സ് അത് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരുക്കത്തിലാണ് അവര്. രശ്മി പ്രദീപ് തൃശ്ശൂരുള്ള കുട്ടിയാണ്. മനോഹരമായ ശബ്ദം. അപ്പൊ അവരാണ് പാടുന്നത്. അപ്പൊ അതിന്റെ ട്യൂണ് എന്റെ താളത്തിനൊത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിരുന്നു. എനിക്ക് അധികം പാട്ട് പാടാനൊന്നും അറിയില്ല. പക്ഷെ അതിന്റെ ഏകദേശ രൂപം ഇങ്ങനെയാണ്. ചെഞ്ചിട ചൂടിയ മുടിയും ചന്ദ്രക്കലയും മാൻമഴുവും സുഖബന്ധിതയായൊരു സുരനദിയും സ്വരചഞ്ചല പാദവ നിസ്വനവും ആൻപൊടു ശങ്കരനണിയും ഇമ്പമിയെന്നൊരു പാമ്പും ആ നല്ല പുലിത്തുകിലും ജയശങ്കര ശങ്കര ഹരനേ ജയശങ്കര ശങ്കര ഹരനേ ജയശങ്കര 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 ശങ്കര ഹരനേ. ഇത് ഭഗവാൻ എഴുതിപ്പിക്കുന്നതും ചൊല്ലിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്ന കേട്ടോ. ആ ഭക്തി എന്നൊന്നും നിലനിൽക്കട്ടെ. അതെ, അത് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഭഗവാന്റെ ആ ഒരു സാന്നിധ്യം ആ വരികൾ എഴുതുമ്പോ അനുഭവിച്ച് ഞാൻ ഇതിനു മുമ്പുള്ള ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് നമ്മുടെ ഓർമ്മയിലൊന്നും ഇല്ലാത്ത ചില കാര്യങ്ങൾ നമ്മളിലേക്ക് പെട്ടെന്ന് നമുക്ക് കിട്ടുകയാണ്. നമുക്ക് തന്നെ അതിശയം തോന്നുന്നു, ഞാൻ എഴുതിയതാണോ, അല്ല ഞാൻ എഴുതുന്നത് നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹമാണ്. അതിൽ യാതൊരു സംശയമില്ല. വയനാട്ടുകാരി തന്നെയാണോ? ചുതുവറക്കാരിയാണോ? വയനാട്ടുകാരിയല്ല, ഞാൻ ചേർത്തലയാണ്. വയനാട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് വന്നതാണ്. കോളേജിലൊന്നും പഠിക്കുന്ന സമയത്തൊന്നും ഇതുപോലെ എഴുത്തൊന്നുമില്ല. കൂട്ടുകാരിന്റെ പേരെന്താ? നിത്യ. നിത്യ. നിത്യ എന്താ ചെയ്യുന്നത്? നിത്യ അക്കൗണ്ടന്റ് ആണ്. പിന്നെ എന്താ അതിന്റെ പേര്? ബ്രഹ്മഗിരിയിൽ അക്കൗണ്ടന്റ് ആയിട്ട്. എന്തായാലും നിമിത്തമാവാനുള്ള ഭാഗ്യം നിത്യക്ക് ഉണ്ടായല്ലോ. നിത്യന്റെ കുഞ്ഞുവാവയ്ക്ക് പറയും അവളെന്നോട്, ഞാൻ കാരണാണല്ലോ ചേച്ചി ഇത് തുടങ്ങി. എന്റെ അന്വേഷണം പറയണം കേട്ടോ. എന്തെങ്കിലും ഒരിക്കൽ ബത്തേരി വരുമ്പോ WM സ്കൂളിലേക്ക് ഒന്ന് വരാൻ പറയണേ. പിന്നെ ഒരു നാഗപ്പാട്ട്, ആരുടെ നാഗപ്പാട്ട് പാടാൻ പറഞ്ഞത്. നാഗക്ഷേത്രത്തിലേക്ക്